അങ്ങനെ ഗൈസ് ഒരു എൻട്രി കണ്ടിട്ടപ്പോൾ ഒരു സാധനം പൊട്ടി കൂക്കി വിളിച്ചിനി ഭാഗ്യത്തിനൊന്നും കേട്ടിയില്ല. പിന്നെ ഇതൊക്കെ നടക്കുന്ന ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ എവിടേക്കോ നടന്നിരുന്നു. എന്തും അറിയാതെ ഞങ്ങളും ഇവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ എന്തൊക്കെയോ ഫോട്ടോഷൂട്ട്സൊക്കെ നടന്നു. നമ്മൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കൂലല്ലോ, അതാണ് നമ്മുടെ മെയിൻ. തല്ലൂലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നിനും. ഇതൊക്കെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇടുന്ന സാധനങ്ങളാണ്. അവിടെ ഒരു വലിയൊരു ഫാൻ ഉണ്ടാവില്ല, അതിമ്മക്ക് നമ്മുടെ ആ ചോപ്പ് സാധനം ഇങ്ങനെ പുറത്തെടുത്താണ്ട് അത് ഏറ്റവും അപ്പം അങ്ങോട്ട് ഇങ്ങനെ സ്പ്രെഡാവും. പിന്നെ ഗൈസ് നമ്മൾ പോവുകയാണ്. ഗൈസ് എത്തിയിട്ടുള്ള അപ്പോഴത്തേന് നമ്മൾ പോകാൻ തുടങ്ങി. പിന്നെ നമ്മുടെ സ്വന്തം ഡാൻസ് നമ്മൾ മറക്കൂലല്ലേ. ഡാൻസില്ലാത്ത എന്ത് യാത്ര കണ്ടില്ലേ ഗൈസ്, എത്തൊക്കെ കുത്തി മറിഞ്ഞ് ആവുന്നുണ്ട്. സാമിനാമിനെ മിങ്ങി ആ പാട്ട് കേട്ടിട്ടിനി. പിന്നെ ആ പാട്ടിട്ടാൽ പിന്നെ ചാടാതിരുന്ന മോശമല്ലേ. ചാടിക്കോന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോഴും ആയിട്ടില്ല കേട്ടോ, 0 ആയിട്ടും ആയില്ല. പിന്നെ ഉണ്ടായി പെട്ടെന്ന് അല്ലാണ്ട് ചാടി ചാടി നമ്മളെല്ലാം മെയിൻ. പിന്നെ ചാടാൻ ഇത് പിന്നെ ഈ പാട്ട് ഏതാണെന്ന് അറിയണമല്ലോ, ഒന്ന് ഗസ് ചെയ്യണം കേട്ടോ. ഞാൻ തന്നെ പറയുന്നുണ്ട്. അല്ല, ചുണ്ടൊക്കെ അനങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് അറിയണമല്ലോ നമ്മൾ എന്ത് ചെയ്യണം, അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നില്ല, എന്നാലും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടോ ഏതാണ് ഗൈസ്. ഇനി കുറച്ച് നേരം ഞങ്ങൾ ഡാൻസൊക്കെ കണ്ടോളി. ഗൈസ് നമ്മൾ വീട്ടിൽ എത്താറായി എന്നാണ് തോന്നുന്നത്. ഗൈസ് നമ്മൾ ഇറങ്ങാണ് അങ്ങനെ ബസ്സിന്ന്. നമ്മളല്ലേ വരി ഇറങ്ങുകയാണ്. തലമണ്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. എന്തിനാ നിൽക്കാറില്ല, ഫോണിൽ ഇങ്ങനെ തിരുന്നതൊക്കെ കാരണം. അല്ല ഗൈസ്, ഇത് വേറെത്താണ് അതിൻ്റെ ഇടയിൽ കൂടെ ക്യൂട്ട്നെസ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.